ബി.ജെ.പി. കേരളത്തിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നുള്ളതിന്റെ തെളിവാണ് തിരുവനന്തപുരത്തെ അത്യുജ്വലമായിട്ടുള്ള വിജയം. തിരുവനന്തപുരത്ത് ഒരു ചരിത്ര വിജയം തന്നെയാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയെ നയിക്കാൻ ഇനി മുതൽ ബി.ജെ.പിയുടെ മേയറും ഡെപ്യൂട്ടി മേയറും ഉണ്ടാവുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമാണ്. 3 വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഒരു പൊളിറ്റിക്കൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതൃത്വം. അല്ല, തീർച്ചയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വലിയൊരു ഊർജ്ജമാണ് എൻ.ഡി.എക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ഭരണവും മറ്റ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടായ മുന്നേറ്റവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ 35 സീറ്റുകളിൽ ഞങ്ങൾ വിജയിച്ചപ്പോൾ തൊട്ടടുത്ത 2ാം സ്ഥാനത്ത് 12 സീറ്റുകളിൽ ഞങ്ങൾ വന്നിരുന്നു. കുറഞ്ഞ വോട്ടുകൾക്ക് 3ാം സ്ഥാനത്തായ വേറെയും സീറ്റുകളുണ്ടായിരുന്നു. പടിപടിയായിട്ടുള്ള വളർച്ചയാണ് തിരുവനന്തപുരത്തെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇത്തവണ അതിന്റെ ഫലം കൊയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സംസ്ഥാന നേതൃത്വമായിട്ട് സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് 20% വോട്ട് വളർച്ചയിലേക്ക് ബി.ജെ.പിക്ക് എത്താൻ സാധിച്ചു. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പുറത്തുവരുമ്പോൾ 15-ന് താഴേക്ക്, അതൊരു 10 വർഷം പിന്നിലേക്കുള്ള കണക്ക്. ഇല്ല, ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ പാറ്റേൺ ആണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം നോക്കിയല്ല ആളുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റേതും വേറെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ വലിയ സംഖ്യയിൽ വിജയിച്ചു വരും നിയമസഭയിൽ എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. അല്ല, സ്വാഭാവികമാണല്ലോ. അദ്ദേഹം യുവമോർച്ചയിൽ എന്റെ സഹപ്രവർത്തകനായിരുന്നു. പിന്നീട് ഞാൻ അധ്യക്ഷനായപ്പോഴും അദ്ദേഹം പാർട്ടിയിൽ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്നു. രാജീവേട്ടൻ പ്രസിഡന്റായപ്പോഴും അദ്ദേഹത്തിന് ആ വലിയ ചുമതലകളെല്ലാം നൽകുകയുണ്ടായിട്ടുണ്ട്. അത് ഒരു സ്വാഭാവിക പരിണാമം മാത്രമാണ്. ഒരിക്കലുമില്ല. ഞാൻ മേയർ ആരാവുമെന്നോ ഡെപ്യൂട്ടി മേയർ ആരാവുമെന്നോ രാജീവ്ജി എന്നോട് പറയുമ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ സമ്മർദ്ദങ്ങൾ ഇവിടെ ഒന്നുമില്ല. അങ്ങനെ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്ന പാർട്ടിയല്ല ബി.ജെ.പി. എല്ലാ കാര്യങ്ങളും ഇന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ പ്രശാന്ത്. ഇനി ദിവസം എത്രയും മുമ്പിലിരിക്കുന്നു. ശരി, താങ്ക് യു. ബി.ജെ.പി. കേരളത്തിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നുള്ളതിന്റെ തെളിവാണ് തിരുവനന്തപുരത്തെ അത്യുജ്വലമായിട്ടുള്ള വിജയം. തിരുവനന്തപുരത്ത് ഒരു ചരിത്ര വിജയം തന്നെയാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയെ നയിക്കാൻ ഇനി മുതൽ ബി.ജെ.പിയുടെ മേയറും ഡെപ്യൂട്ടി മേയറും ഉണ്ടാവുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമാണ്. 3 വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഒരു പൊളിറ്റിക്കൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതൃത്വം. അല്ല, തീർച്ചയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വലിയൊരു ഊർജ്ജമാണ് എൻ.ഡി.എക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ഭരണവും മറ്റ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടായ മുന്നേറ്റവും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ 35 സീറ്റുകളിൽ ഞങ്ങൾ വിജയിച്ചപ്പോൾ തൊട്ടടുത്ത 2ാം സ്ഥാനത്ത് 12 സീറ്റുകളിൽ ഞങ്ങൾ വന്നിരുന്നു. കുറഞ്ഞ വോട്ടുകൾക്ക് 3ാം സ്ഥാനത്തായ വേറെയും സീറ്റുകളുണ്ടായിരുന്നു. പടിപടിയായിട്ടുള്ള വളർച്ചയാണ് തിരുവനന്തപുരത്തെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇത്തവണ അതിന്റെ ഫലം കൊയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സംസ്ഥാന നേതൃത്വമായിട്ട് സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് 20% വോട്ട് വളർച്ചയിലേക്ക് ബി.ജെ.പിക്ക് എത്താൻ സാധിച്ചു. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പുറത്തുവരുമ്പോൾ 15-ന് താഴേക്ക്, അതൊരു 10 വർഷം പിന്നിലേക്കുള്ള കണക്ക്. ഇല്ല, ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ പാറ്റേൺ ആണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം നോക്കിയല്ല ആളുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റേതും വേറെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ വലിയ സംഖ്യയിൽ വിജയിച്ചു വരും നിയമസഭയിൽ എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. അല്ല, സ്വാഭാവികമാണല്ലോ. അദ്ദേഹം യുവമോർച്ചയിൽ എന്റെ സഹപ്രവർത്തകനായിരുന്നു. പിന്നീട് ഞാൻ അധ്യക്ഷനായപ്പോഴും അദ്ദേഹം പാർട്ടിയിൽ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിച്ചിരുന്നു. രാജീവേട്ടൻ പ്രസിഡന്റായപ്പോഴും അദ്ദേഹത്തിന് ആ വലിയ ചുമതലകളെല്ലാം നൽകുകയുണ്ടായിട്ടുണ്ട്. അത് ഒരു സ്വാഭാവിക പരിണാമം മാത്രമാണ്. ഒരിക്കലുമില്ല. ഞാൻ മേയർ ആരാവുമെന്നോ ഡെപ്യൂട്ടി മേയർ ആരാവുമെന്നോ
രാജീവ്ജി എന്നോട് പറയുമ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത്. അല്ല, അങ്ങനെ ചില സമ്മർദ്ദങ്ങൾ ഇവിടെ നിന്ന് പോയി ഒന്നുമില്ല. അങ്ങനെ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്ന പാർട്ടിയല്ല BJP. ഒറ്റ കാര്യം കൂടി, ഒരു ജനറൽ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സംബന്ധിച്ചൊരു വിലയിരുത്തൽ പാർട്ടി നടത്തിയിട്ടുണ്ടോ? കാരണം എല്ലാ കാര്യങ്ങളും ഇന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ പ്രശാന്ത്. ഇനി ദിവസം എത്രയും മുമ്പിൽ ഇരിക്കുന്നു. ശരി, താങ്ക് യു.